സുനിൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM-ൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന ഘടകം മുതൽ പാർട്ടി നേതൃത്വത്തെ അടക്കം വിമർശിച്ച് പാർട്ടി ഫോറങ്ങളിൽ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്ന തോന്നൽ തന്നെയാണ് സമ്മാനിച്ചത്, അപൂർവം ചില സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ. എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞത്തെ ചൊല്ലി ഈ അഭിപ്രായ വ്യത്യാസം കൂടുതൽ പ്രകടമാകുന്നു എന്നതാണ്. EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, ഈ മൂന്ന് പേരുടെ പ്രതികരണങ്ങൾ ഒരു ഭാഗത്തും, KK രാഗേഷ്, MV ഗോവിന്ദൻ, പിണറായി വിജയൻ, ഈ മൂന്ന് പേർ മറുഭാഗത്തും നിൽക്കുന്നു. ചുരുക്കത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും പിണറായി വിജയനെതിരെയും ഒരു ചേരി രൂപപ്പെടുന്നു എന്ന ഒരു ധാരണ രൂപപ്പെടുത്താൻ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഇടയാക്കിയിട്ടുണ്ടോ? പാർട്ടി രണ്ടു വഴിക്കാണോ? പാർട്ടി രണ്ട് വഴിക്കാണ് എന്ന് പറയാനാകില്ല എങ്കിലും പാർട്ടിയിൽ ശക്തമായ രണ്ട് അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ചില വിഷയങ്ങളിലെങ്കിലും എന്ന കാര്യം നമുക്ക് പറയാം. ഈ മൂന്ന് നേതാക്കളും സാധാരണ നേതാക്കളല്ല, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. EP ജയരാജൻ സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. PK ശ്രീമതി അതുപോലെ തന്നെയാണ്. KK ശൈലജ അതുപോലെ തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം നാളെ ആരംഭിക്കാനിരിക്കെയാണ് ഈ മൂന്ന് നേതാക്കളും കേരളത്തിലിപ്പോൾ ഏറ്റവും സജീവമായി നിൽക്കുന്ന CPIM ഇടതുപക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇവിടുത്തെ സർക്കാരിനെതിരെ ഉയർത്തുന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ദേശാഭിമാനിയിൽ വന്ന ലേഖനം. ആ എഡിറ്റ് പേജിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു കരാർ, അതായത് ഓഹരി വിറ്റ അദാനിയുടെ ഈ തീരുമാനം എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ്, അത് വലിയ ചട്ടലംഘനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതുമ്പോഴാണ് അതേ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട CPIM-ൻ്റെ നേതാക്കളായ EP ജയരാജനായാലും അതുപോലെ തന്നെ ശ്രീമതി ടീച്ചറായാലും KK ശൈലജയായാലും വിഴിഞ്ഞം തുറമുഖം അതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഒന്ന്. രണ്ട്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആയിരുന്ന ദിവ്യ സയ്യരെ മാറ്റിയ വിഷയത്തിൽ അത് വിവാദമാക്കേണ്ടതില്ല. ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വ്യക്തമായി പറയണം. ആ വിഷയം ഉയർത്തിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അത് വ്യക്തമായി പറയണം എന്ന് PK ശ്രീമതി വളരെ വ്യക്തതയോടെ പറയുകയും ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കണ്ണൂർ പാർട്ടിയിൽ നമുക്കറിയാം അവിടുത്തെ പരാജയങ്ങൾ, അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലൊക്കെ തന്നെ ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ ഉണ്ടായി. അതാണല്ലോ അവിടെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യം. അപ്പോൾ അവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്, PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കി. അതുകൊണ്ടാണ് വിമത സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ അവിടെ വരുന്നത്, അവിടെ വിജയിക്കുന്നത്. പയ്യന്നൂരിൽ അതുപോലെ തന്നെ P കുഞ്ഞികൃഷ്ണൻ വിജയിക്കുന്ന സാഹചര്യം, അവിടെ പാർട്ടി ചില കടുംപിടുത്തമുണ്ടായി. G സുധാകരൻ്റെ കാര്യത്തിലടക്കം പാർട്ടി എടുത്തിട്ടുള്ള നിലപാടുകളിൽ വീഴ്ച പറ്റി. ഇത് പാർട്ടി കമ്മിറ്റികളിൽ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരുകയും ചെയ്തതാണ്. അതൊക്കെ തന്നെ CPIM വിലയിരുത്തി വരികയാണ്. ഇപ്പോൾ നാളെ ആരംഭിക്കാൻ പോകുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുള്ള വിലയിരുത്തലുകൾ. അപ്പോൾ ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇങ്ങനെയൊരു പരാജയം നേരിട്ടത്, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണ് തിരുത്തൽ നടപടി എന്നത്, എങ്ങനെയാണ് തിരുത്താൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളാണ് CPM കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും സംഘടനാപരമായും ആശയപരമായും CPIM എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലൊരു വ്യക്തത വേണം. അപ്പോൾ അങ്ങനെ ചർച്ചകൾ സജീവമാകുന്ന ഒരു സമയത്താണ്, അത് പുനഃപരിശോധിക്കുന്ന ഒരു സമയത്താണ് തീർച്ചയായും പാർട്ടിയിൽ ഒരേ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉയർന്നത്. അതായത് പാർട്ടി വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ ഉയർത്തുന്ന ഒരു വിഷയത്തിൽ പല നേതാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായം ഉയർന്നു വരുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരും. ഈ വിഷയങ്ങളിൽ ചൂടുപിടിച്ച ചർച്ച കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായ സാഹചര്യം എന്താണ് എന്ന് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവിലൊക്കെ തന്നെ പാർട്ടി ഘടകങ്ങളിലൊക്കെ തന്നെ വിശദമായ ചർച്ചകൾ നടന്നു. നേതൃത്വത്തിനെതിരെ നിശിതമായ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വത്തിനെതിരെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല.
നേതാക്കൾക്കെതിരെ അങ്ങനെ ഒരു ഒറ്റതിരിഞ്ഞുള്ള വിമർശനം ഉണ്ടായിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടി അണികൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം എന്താണ്, എങ്ങനെയാണ് പാർട്ടി തിരുത്താൻ പോകുന്നത്, എങ്ങനെയായിരിക്കും കേരളത്തിലെ പാർട്ടി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്, എന്തുകൊണ്ട് കേരളത്തിൽ CPM-ന്, ഇടതുപക്ഷത്തിന് ഇനിയും ജനങ്ങൾ വോട്ട് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായൊരു മറുപടി ഇതുവരെ CPM-ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ ഉയരുന്ന വിമർശനങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഏതായാലും CPM-നെ സംബന്ധിച്ച് നിർണായക ഘട്ടമാണ്, ഒരു സംശയം വേണ്ട, നിർണായക ഘട്ടമാണ്. CPM കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ശരിയായ തീരുമാനമെടുത്തില്ല എങ്കിൽ കേരളത്തിലെ പാർട്ടി നേരിടാൻ പോകുന്നത് ചെറിയ പ്രതിസന്ധിയല്ല. ഇപ്പോൾ രണ്ട് അഭിപ്രായമാണ്. നാളെ ഇത് രണ്ട് വഴിക്കായി പോകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയേണ്ട. പാർട്ടിയിൽ നേരത്തെ രണ്ട് അഭിപ്രായവും പാർട്ടി രണ്ട് വഴിക്ക് പോയ സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് മുൻപ്. അന്ന് വലിയ വിഭാഗീയതയായിരുന്നു. ആ വിഭാഗീയത എങ്ങനെയാണ് അവസാനിച്ചതെന്നൊക്കെ നമുക്കറിയാം. BS-ൻ്റെയും പിണറായിൻ്റെയും ഒക്കെ കാലത്ത് അത് പരിഹരിക്കാനായി പാർട്ടി കോൺഗ്രസിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടക്കുകയും വലിയ ഏറ്റുമുട്ടലുകൾ നടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം CPM-ൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ കാലമൊക്കെ തന്നെ അവസാനിച്ചു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാഹചര്യമേ അല്ല CPM-ൽ ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാഹചര്യമേ അല്ല. ആ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പതുക്കെ ഈ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടിയോ, ഒരു ഈ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ഈ പരാജയത്തിൻ്റെ കാരണം എന്താണ്, അത് പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന, പാർട്ടി എന്ന് പറയുന്നത് നേതാക്കൾ മാത്രം ഉൾപ്പെടുന്നതല്ലല്ലോ. പാർട്ടി എന്ന് പറയുന്നത് 5000-ത്തിലധികം മെമ്പർഷിപ്പും ഒപ്പം തന്നെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന അണികളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് പാർട്ടി എന്ന് പറയുന്നത്. ജനങ്ങളുടെ പാർട്ടിയാണ്. അപ്പോൾ ജനത്തിനും പാർട്ടിക്കും പാർട്ടി അണികൾക്കും ഒക്കെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഇവിടെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തിടത്തോളം കാലം തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ പാർട്ടി രണ്ട് വഴിക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പാർട്ടിയിൽ രണ്ട് അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ഓക്കെ. Meet the editors.